ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ ശ്രീരാമൻ്റെ ഒരു അമ്പലമുണ്ട്. ചക്കംകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തായിട്ട് GSBയുടെ ഒരു കൊങ്ങിണി അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സീതാരാമ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞ ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ജൂലൈ 4 വരെയുണ്ട് ഇതിൻ്റെ എക്സിബിഷൻ എന്ന് പറയുന്നത്. ഓരോ സ്റ്റോളും ഓരോ ഇന്ത്യൻ സ്റ്റേറ്റിലുള്ള ഹാൻഡ് വർക്കും അങ്ങനെയൊക്കെയുള്ളതാണ്. ജ്വല്ലറി, പിന്നെ ബെഡ്ഷീറ്റുകൾ. ഈ കല്യാണ മണ്ഡപത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് ആണ് അവർ കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാനും നല്ല കൗതുകമുള്ള രീതിയിലുള്ള വലിയ വലിയ റിങ്, വലിയ വലിയ ഇയർ റിങ്സ്, അങ്ങനെയൊക്കെ ഈ ജ്വല്ലറിയുടെ ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു സ്പോട്ടാണ് ഇതെന്ന് പറയുന്നത്. ഈ മോതിരം കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. വലിയൊരു മോതിരം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള മോതിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വില കൂടുതലാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഇതെന്ന് പറയുന്നത് മീനാക്കാരി ഒരു ടൈപ്പ് നെക്ലെസ് ആണ്. ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് ഈ ആൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും 450 ആണ് വരുന്നത്. അപ്പോൾ ലോങ് ചെയിനും ഉണ്ട്, നമുക്ക് ഷോർട്ടായിട്ട് ചോക്കർ പോലെയും ഇടാമെന്നാണ് ആൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പല രീതിയിലുള്ള ഈ മീനാക്കാരിയുടെ തന്നെ ഇതിന് പെയറായിട്ട് നമുക്ക് കമ്മലും കൂടി അവിടെ തന്നെ അവൈലബിൾ ആണ്. അത് തന്നെ ചെറുതും ഉണ്ട്, പിന്നെ വലിയ എന്താ പറയുക, ചാന്ബലി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ടൈപ്പ് കമ്മലുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം, നമുക്ക് പെയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ കമ്മലിനും ഓരോ റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒന്നും റേറ്റ് എനിക്ക് എഴുതി കാണിക്കാൻ പറ്റില്ല. പറ്റാവുന്നതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇതിൻ്റെ താഴെ ഇങ്ങനെ എഴുതി കൊടുത്തേക്കാം. അപ്പോൾ പല പല നമ്മൾ കാണാത്ത ടൈപ്പുള്ള ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അങ്ങനെയൊക്കെ, പിന്നെ കുറേ സ്റ്റോൺ വർക്കിൻ്റെയൊക്കെ കമ്മൽ കണ്ടു. ഭയങ്കരമായിട്ട് ജ്വല്ലറിയിൽ ക്രേസ് ഉള്ളവർ മാത്രം വന്നാലാണ് ഇഷ്ടപ്പെടുള്ളൂ. കാരണം മിക്കതിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ ചെറിയ ജ്വല്ലറീസ് സത്യം പറഞ്ഞാൽ കുറവാണെന്ന് തന്നെ പറയാം. നമുക്ക് യൂത്തിനും പിന്നെ ഇതുപോലത്തെ ക്രേസ് ഉള്ള ആൾക്കാർക്കും വന്നാലാണ് ഈ ജ്വല്ലറി കാണണമെങ്കിൽ ഇഷ്ടപ്പെടുള്ളൂ. ഈ ജുംക്കയുടെയൊക്കെ സൈസ് കണ്ടോ, നല്ല വലിയ സൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോഴേക്കും ഒന്ന് കയറിയിട്ട് വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി. പിന്നെ ചെറിയ സൈസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ നമ്മുടെ നോർമൽ കടയിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെയുള്ളതാണ്. പിന്നെ ഇത് ടോറിങ്സ് ആണ്, നമ്മുടെ കാലിലിടുന്ന റിങ്സ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നോസ്പിന്ന്, നടുക്കിടില്ലേ, അങ്ങനത്തെ സാധനമുണ്ട്. പിന്നെ സാധാരണ ഇത് നോസ്പിന്നുണ്ട്, പ്രസ് ചെയ്യുന്ന നോസ്പിന്നാണ്. അത് പല പല രീതിയിലുള്ളതുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് അത്. അപ്പം ജ്വല്ലറി ക്രേസ് ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് പോയി കാണണം. ഇതെന്ന് പറയുന്നത് മനസ്സിലായോ, നമ്മളിങ്ങനെ ബണ്ണ് പോലെ തലയിൽ കെട്ടിയിട്ട് അതിൽ കുത്തി വയ്ക്കുന്ന സംഭവമാണിത്. പിന്നെ ഈ ആംഗ്ലറ്റിനൊക്കെ ഓരോന്നിനും ഓരോ പ്രൈസാണ്. ഈ ഞാനിപ്പോൾ കാണിക്കുന്നതിൻ്റെ അകത്തുള്ളത് അതിന് പെയറായിട്ടുള്ളതാണ്. അപ്പുറത്ത് ബ്ലാക്ക് കളർ സ്റ്റോൺ വരുന്നതിനൊക്കെ സിംഗിളായിട്ടാണ് കിട്ടുള്ളൂ, പെയറല്ല, സിംഗിളായിട്ടാണ് അതിനൊക്കെ റേറ്റ് പറഞ്ഞത് അവർ. പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, ബീഡ്സ് വെച്ചിട്ട്, പല പല ടൈപ്പുള്ള ബീഡ്സ് വെച്ചിട്ടുള്ളത്. ഓക്സിഡൈസ്ഡ് സാധനങ്ങളാണ് അവിടെ കൂടുതലും. കുറേ പേരൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ രാവിലെ തന്നെ എത്തി. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10:30-ക്കാണ്. അപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ട് എത്തുന്ന പോലെ പോയാൽ മതി. കാരണം അവിടെ അറേഞ്ച് ചെയ്ത് വരാനായിട്ട് അവർ കുറേ ടൈം എടുക്കും. പിന്നെ ഈ സെറ്റൊക്കെ കണ്ടോ, ഓഫീസ് വെയർ, കോളേജ് വെയർ ഉള്ള സെറ്റിന് 950 ഉള്ളൂ, ഫുൾ സെറ്റിന് സ്റ്റിച്ചഡ് ആയിട്ടുള്ളത്. അത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിനൊക്കെ 850 ഒക്കെ വരും കുർത്തയ്ക്ക്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നല്ല ലൗഡായിട്ട് അവർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ക്രോപ്പ് ടോപ്പ് ഉണ്ട്, പിന്നെ സ്പെഗറ്റി ടൈപ്പുള്ള ഡ്രസ്സുകൾ എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് പതുക്കെ നോക്കിയെടുക്കണം. പിന്നെ ചിക്കൻ കാരി ടൈപ്പുള്ള കുർത്ത, ഹാൻഡ് എംബ്രോയ്ഡറീസ് ആണ് അവർ കൂടുതലും ചെയ്യുന്നത്. മെഷീൻ എംബ്രോയ്ഡറിയും ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും കൂടുതൽ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ഉണ്ട് നല്ലതായിട്ട്. നമ്മൾ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഭയങ്കര ലോലമായിട്ടുള്ളതല്ലേ, അങ്ങനെയല്ല. ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കാം അവർ കുറച്ചും കൂടി വിലയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കി മേടിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ആംഗ്ലറ്റ് മേടിച്ചിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
പിന്നെ ഈ സാൻഡ് സ്റ്റോണിൻ്റെ ഒക്കെ ഇത് കണ്ടോ, നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നി. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റേറ്റ്മെൻറ്റ് പീസ് ആയിട്ടുള്ള ജ്വല്ലറിയും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള കുറേ ചുരിദാർ മെറ്റീരിയൽസ്, പിന്നെ ബെഡ്ഷീറ്റിൽ തന്നെ കൂടുതലും വൈറ്റ് കളറൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ലൈറ്റ് കളറ് കോട്ടൺ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സുഖാട്ടോ. അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ അത്രയും സൂപ്പറായിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വന്ന് കാണാവുന്ന ഒരു എക്സിബിഷനാണിത്. പറ്റുവാണെങ്കിൽ മേടിക്കുകയും ചെയ്യാം അങ്ങനെ. പിന്നെ ഈ ക്രോപ്പ് ടോപ്പ് കണ്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. അത് വിരിച്ച് കാണിക്കാനായിട്ട് ആളവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി എത്തിയത്. അപ്പോൾ അവിടെ സ്റ്റിച്ചഡ് പാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പ്രിൻറ്റഡ് നല്ല നല്ല പ്രിൻസിൽ വരുന്ന പാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആളവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് നിങ്ങളങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. നമുക്കത് കയറി എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് ഛത്തീസ്ഗഡിൻ്റെ ഒരു സ്റ്റോളാണ്. കോസ സാരി എന്നാണ് അവർ പറഞ്ഞത്. ഈ വൈറ്റ് സാരി നമ്മുടെ കേരള സാരിയുടെ റിസംബിൾ ചെയ്യുന്ന പോലത്തെ ഒരു സാരിയാണ്. നല്ല രസമുണ്ട്, ഓണത്തിനൊക്കെ വേണമെങ്കിലും ഉടുക്കാം. പിന്നെ ഈ മൊഡാല് പോലെ കിടക്കുന്നത് ഇത് ടസർ തന്നെയാണ്, ടസറാണ്, മൊഡാലല്ല. പിന്നെ ഇത് ഫുൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ഒരു ഷോള്. അതിന് റേറ്റ് പറഞ്ഞത് 1200 ആണ്. എനിക്ക് കുഴപ്പമായിട്ട് തോന്നില്ല, കാരണം ഫുൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ സാരി ഒന്നും വാങ്ങിച്ചില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ ഈ സാരിയില്ലേ, ഇത് കുറേ അമ്മമാരൊക്കെ ഉടുക്കുന്ന ടൈപ്പ്, നല്ല രസമുണ്ട് ഈ സാരി കാണാനായിട്ട്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലിനൻ കോട്ടൺ എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്, ഉടുക്കാനും നല്ല രസമായിരിക്കും. അപ്പോൾ 1050 രൂപയാണ് അവർ പറയുന്നത് അതിന്. പിന്നെ മെൻസ് കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റോൾ എന്തോ മെൻസ് കളക്ഷൻ ഉണ്ട്. അത് വലിയൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ബെഡ്ഷീറ്റിൻ്റെ ഇതെന്ന് പറയാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല രാജസ്ഥാനി പ്രിൻസിൽ നല്ല കോട്ടൺ വൈറ്റിൽ ഇതൊക്കെ വരുന്ന ക്വിൽറ്റൊക്കെ വരുന്നുണ്ട്. അതിനൊരു 1200 ആ ഒരു റേഞ്ചിലാണ് ആൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ക്വിൽറ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ പ്രിൻറ്റിലുള്ള ഒരു ബെഡ്ഷീറ്റും അതിൻ്റെ പില്ലോ കവറും കൂടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും. അതൊരു സെറ്റല്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം. അപ്പോൾ ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രിൻറ്റിലുള്ള ക്വിൽറ്റ് അയാൾ ഇതിൽ നിന്ന് തപ്പിത്തരാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ ഒരു 2500 ആകും. എന്നാലും നല്ലൊരു ഡീലാണ്. എന്ന് വെച്ചാൽ ക്വിൽറ്റിന് 1200 ഒക്കെ ഒരു നോർമൽ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ബാക്കിയുള്ളൊരു എക്സിബിഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ എക്സിബിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായുള്ളൂ. അപ്പോൾ ജൂലൈ 4th വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് വന്ന് കാണാം. അപ്പോൾ ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു സ്റ്റോളാണ്. അവിടെ കാന്താ സ്റ്റിച്ച് എന്ന് പറയുന്നതാണ് അവരുടെ ഹൈലൈറ്റ്. അപ്പോൾ അതിൻ്റെ വരുന്ന ബ്ലൗസ് മെറ്റീരിയലാണ് ഫുൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലാണ് അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. വീനക്കാണ് മിക്കതിനും വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ലീവിലും പിന്നെ ഫ്രണ്ട് പോർഷനിലും ബ്ലൗസിൻ്റെ ഇങ്ങനെ നന്നായിട്ട് സ്റ്റിച്ചഡ് ആയിട്ട് കാന്താ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഷീൻ എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സാരിയും ഞാൻ കാണിച്ചു തരാം. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവർ എല്ലാം നമുക്കിങ്ങനെ ഇത് വിരിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, ഇത് ഹാൻഡ് എംബ്രോയ്ഡറി അല്ലല്ലോ മെഷീൻ അല്ലേന്ന് ചോദിച്ചപ്പോൾ ആൾ അതേന്ന് പറഞ്ഞു. എന്നിട്ട് ചിരിച്ച് കാണിച്ചു. അയാൾ ആദ്യം പറഞ്ഞിരുന്ന എല്ലാം ഹാൻഡ് എംബ്രോയ്ഡറി ആണെന്നാണ്. അപ്പോൾ ഇത് മെഷീൻ എംബ്രോയ്ഡറി ആണ്, 1060 രൂപ. അല്ലാതെ ഇത്രയും റേറ്റിന് ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിൽ അത് അവർക്ക് നഷ്ടമല്ലേ.
പിന്നെ ഈ കൂട്ടത്തിൽ മലയാളിയായിട്ട് ഒരേ ഒരു ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചേച്ചിയുടെ കടയാണിത്. ഇത് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ആണ്. പേൾസും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചേച്ചിയുടെ രീതിയിൽ ഇപ്പോൾ നമ്മുടെ താലിമാലയുടെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചേച്ചി കറക്റ്റായിട്ട് ഉണ്ടാക്കി തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും സൈസും ഒക്കെ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് റേറ്റിൽ വരും. അപ്പോൾ ചേച്ചി കാലിക്കറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതുപോലത്തെ എക്സിബിഷനൊക്കെ കുറേ നാളായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ആ ചേച്ചിയുടെ കയ്യിൽ. അപ്പോൾ ചേച്ചിയുടെ ഇൻസ്റ്റാ പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ. അപ്പം ഇത് മാർബിൾ സ്റ്റോൺ ആണ്. മാർബിൾ സ്റ്റോണിൻ്റെ ഒരു ജ്വല്ലറിയാണ്. അത് ഒരു എന്താ പറയുക, ഷേപ്പില്ലാതെ, അതായത് കട്ട് എങ്ങനെയാണോ അതേപോലെ വരുന്ന രീതിയിൽ. പിന്നെ ഇത് നമ്മുടെ സാൻഡ് സ്റ്റോൺ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്കറിയില്ലായിരുന്നു. ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സാൻഡ് സ്റ്റോണിന് കുറച്ചും കൂടി ഷൈനിങ് ഉണ്ട്, മാർബിൾ സ്റ്റോൺ ആകുമ്പോൾ അത്രയും ഷൈനിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സാൻഡ് സ്റ്റോൺ പല കളേഴ്സിലുണ്ടെന്നും ചേച്ചി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയി. അപ്പോൾ അതിന് 750 ആയിരുന്നു ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ 2 ബാംഗിൾസായിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് സിംഗിൾ ബാംഗിൾസ് ആണ് വിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. 250 ആണ് ഒരു ബാംഗിളിൻ്റെ റേറ്റ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി 2 ബാംഗിളായിട്ട് തരും. അപ്പം 500 ആവും റേറ്റ്. കേരളത്തിൽ എന്താ എല്ലാവരും സിംഗിൾ ബാംഗിൾ ഇടുന്നത്, ഡബിൾ ഇടാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ട്രെൻഡൊക്കെ മനസ്സിലായത്. ഇതൊരു മഹാരാഷ്ട്രീയൻ മാലയാണ്. എൻ്റെ താലിമാലയും ഏകദേശം ഇതുപോലെയാണ്. അപ്പോൾ അതിന് 1200 ആ ഒരു റേഞ്ചിൽ വരും. അപ്പോൾ അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നോർമൽ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാധാരണ മേടിക്കുന്ന അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര കത്തിന്ന് പറയാൻ അങ്ങനെ എവിടെയും കണ്ടില്ല. അവർ അത്യാവശ്യം നല്ലൊരു റേറ്റിലാണ് പറയുന്നത്. ഇത് കണ്ടോ, കുട്ടികളുടെ ഇങ്ങനെ സ്കേർട്ട്, അതിന് 200 ആണ്. ഞാൻ ആളുടെ അടുത്ത് വില പേശിയിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷേ 150-ക്കൊക്കെ കിട്ടിയേനെ. നല്ല ലേസൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആണ് എല്ലാം ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഗ്രീൻ കളർ വരുന്നത് നല്ല രസമുണ്ട്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാതിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.